മേക്കേഴ്സിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സ്റ്റോറി മേക്കേഴ്സിൽ നമ്മളോട് കൂടെയുള്ളത് വ്യത്യസ്തനായ ഒരു വ്യക്തിയുടെ സ്റ്റോറിയാണ്. ഇന്ന് നമ്മളോട് കൂടെയുള്ളത് ഡോക്ടർ ജസ്റ്റിൻ തോമസ് ആണ്. അദ്ദേഹം ഒരു വളരെ ഫേമസ് ആയിട്ടുള്ള ട്രെയിനറും HRD ട്രെയിനറാണ്, കോച്ചാണ്. ഈസ് ആൻ ഇൻ്റർനാഷണൽ കോച്ച്. മോർ ഓവർ അദ്ദേഹം ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് കൂടിയാണ്. അപ്പം ഇന്ന് നമുക്ക് സാറിനോട് ചോദിച്ച ചില കാര്യങ്ങൾ മനസ്സിലാക്കാം. അദ്ദേഹത്തിൻ്റെ മൈൻഡ് പവർ പ്രോഗ്രാംസ് വളരെ ഫേമസ് ആണ്. അപ്പം ഇന്ന് നമ്മളിങ്ങനൊരു ഇൻ്റർവ്യൂവിൽ വരാൻ തന്നെ കാരണം അദ്ദേഹത്തിനൊരു ഫേമസ് ആയിട്ടുള്ള മൈൻഡ് ആർട്ട് ട്രെയിനിങ് പ്രോഗ്രാം കൊച്ചിയിലേക്ക് വരികയാണ്. വരുന്നത് ജനുവരി 18-നാണ് പ്രോഗ്രാം നടക്കുക. സോ വി വിൽ നോ മോർ അബൌട്ട് ഇറ്റ്. എന്താണ് ഈ മൈൻഡ് ആർട്ട് ട്രെയിനിങ് പ്രോഗ്രാം? ഈ മൈൻഡ് ആർട്ട് എന്നുള്ളൊരു പേര് ഈ ഒരു പ്രോഗ്രാം വരാനായിട്ടുള്ള കാരണം എന്താ? അത് ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് നേരത്തെ തന്നെ ഈ പ്രോഗ്രാം ഞാൻ ധാരാളമായിട്ട് ചെയ്യുന്നതായിരുന്നു, മൈൻഡ് പവർ പ്രോഗ്രാമുകൾ. അപ്പോൾ ഇതിനൊരു ഒരു യൂണിക് നെയിം വേണമെന്നുള്ള ഒരു ചിന്ത വന്നപ്പോൾ മനസ്സിൻ്റെ ഒരു ആർട്ടാണല്ലോ, മനസ്സിനെ മെരുക്കുക എന്ന് പറയുന്നത് അതൊരു ആർട്ടാണ്. ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ടാണ് ശരിക്കും മൈൻഡ് ആർട്ട് എന്നുള്ളൊരു പേര് മനസ്സിൽ വരുന്നതും അതൊരു രജിസ്റ്റേർഡ് പ്രോഗ്രാമായിട്ട് മാറുന്നതും. ഓക്കെ, ഈ മൈൻഡ് ആർട്ട് ട്രെയിനിങ് കൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? മൈൻഡ് ആർട്ട് ട്രെയിനിങ് എന്ന് ഉദ്ദേശിച്ചത് എന്താ? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മൈൻഡ് ആർട്ട് എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ മൈൻഡ് പവറിൻ്റെ കോൺസെപ്റ്റ് എന്താണെന്ന് മനസ്സിലാക്കണം. ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ഒരു അപാരമായ ശക്തിയുണ്ട്. ആ ശക്തി തന്നെയാണ് നമ്മളെയും പൂർണ്ണമായിട്ട് നിയന്ത്രിക്കുന്നത്. ഈ പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന അപാരമായ ശക്തിയും എന്നെ നിയന്ത്രിക്കുന്ന ശക്തിയും തമ്മിൽ നമുക്ക് എങ്ങനെ ബന്ധപ്പെടാം? ഓക്കെ, നമ്മളെ നിയന്ത്രിക്കുന്ന ശക്തിയും പ്രപഞ്ചത്തെ നിയന്ത്രിക്കുന്ന ശക്തിയും തമ്മിൽ ബന്ധപ്പെട്ട് കഴിയുമ്പോൾ ഈ പ്രപഞ്ചത്തിലുള്ള എന്തും നമുക്ക് നേടിയെടുക്കാൻ സാധിക്കും. അത് പ്രത്യേകിച്ച് എക്കോളജിക്കലി റൈറ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുക. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ആൾക്കിട്ട് പാര വെക്കാനോ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ ഉള്ളൊരു സംഭവമല്ല നമ്മൾ നേടിയെടുക്കേണ്ടത്. മറിച്ച് നമ്മുടെ വളർച്ചയ്ക്കും മറ്റുള്ളവരുടെ വളർച്ചയ്ക്കും ഉതകുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അല്ലെ? അപ്പം പ്രപഞ്ചത്തിൻ്റെ ശക്തി യൂണിവേഴ്സൽ പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ബേസിക്കലി ഇറ്റ് ഈസ് കണക്റ്റഡ് ടു ഒരു സ്പിരിച്വാലിറ്റി പ്രോഗ്രാം പോലെ വരികയല്ലേ? സ്പിരിച്വാലിറ്റി എന്ന് പറയുന്ന വാക്ക് നമുക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം. ഇവിടെ റിലീജിയൻ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, സ്പിരിച്വാലിറ്റി. അപ്പോൾ മൈൻഡ് പവറിൽ മൈൻഡ് ആർട്ട് പ്രോഗ്രാമുകളിൽ സ്പിരിച്വാലിറ്റിക്ക് ഒരു ഡെഫിനേഷൻ കൊടുക്കാറുണ്ട്. ആ ഡെഫിനേഷൻ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന കാര്യങ്ങൾ എനിക്കും നല്ലതായിരിക്കണം, മറ്റുള്ളവർക്കും നല്ലതായിരിക്കണം, ഈ പ്രപഞ്ചത്തിനും നല്ലതായിരിക്കണം. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത്. അത്തരത്തിലുള്ള കാര്യങ്ങളാണ് നമ്മൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കേണ്ടത്. അങ്ങനെ ശ്രമിക്കുന്ന അത് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് മൈൻഡ് ആർട്ട് എന്ന് പറയുന്നത്. ഈ മൈൻഡ് ട്രെയിനിങ്, മൈൻഡ് പവർ കോച്ചിങ് അല്ലെങ്കിൽ ഈ മൈൻഡുമായി റിലേറ്റ് ചെയ്ത് ഒരുപാട് പ്രോഗ്രാംസ് ഇങ്ങനെ നടക്കണം. അതെ, ആക്ച്വലി കുറേ ആൾക്കാർ ഇതിന് പുറകെ പോകുന്നുണ്ട്. അപ്പം ഈ ആക്ച്വലി വെദർ ഇറ്റ് വിൽ വർക്ക് വിത്ത് സംബഡി, ഒരു മനുഷ്യൻ്റെ ഒരു തോട്ടിനപ്പുറം ഈ മൈൻഡ് പവർ ട്രെയിനിങ്സ് വെദർ ഇറ്റ് ഈസ് ആക്ച്വലി റിസൾട്ട് ഓറിയൻറ്റഡ് ആണോ? ഓക്കെ, അതിനൊരു എക്സലൻറ്റ് എക്സാമ്പിൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ വേറെ ഒരിടത്ത് അന്വേഷിക്കാറില്ല, എൻ്റെ ലൈഫ് തന്നെ ഞാൻ എടുക്കാറുള്ളത്. ഓക്കെ, ഞാൻ എന്തായിരുന്നു അവിടെ നിന്ന് ഞാൻ ഇപ്പോൾ എന്താണോ, അല്ലെങ്കിൽ എൻ്റെ ഒരു ട്രെയിനിങ് പ്രോഗ്രാംസിലൂടെ ഞാൻ എന്തൊക്കെ നേടി, എൻ്റെ കൗൺസിലിംഗ് പ്രോഗ്രാംസിലൂടെ ഞാൻ എന്തൊക്കെ നേടി എന്നത് തന്നെ ഈ മൈൻഡ് പവർ വർക്ക് ചെയ്യുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉത്തമ ഉദാഹരണമാണ്. ശരിക്കും മനുഷ്യൻ ജനിച്ച അല്ലെങ്കിൽ മനുഷ്യൻ്റെ ഉത്ഭവകാലം മുതൽ തന്നെ മൈൻഡ് പവർ മനുഷ്യൻ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ മൈൻഡ് പവർ എന്ന് പറയുന്നത് നമ്മൾ എപ്പോഴും ഓർക്കേണ്ട കാര്യം, അത് മനസ്സിൻ്റെ ശക്തിയെ ഉപയോഗപ്പെടുത്തി നമ്മൾ നേടേണ്ട മറ്റൊരു സംഗതിയാണ്. അപ്പോൾ എല്ലാവരും വിചാരിക്കും മനസ്സ് എന്ന് പറയുന്നത് ഫ്രോയിഡിയൻ തിയറിയൊക്കെ അനുസരിച്ച് കോൺഷ്യസ് മൈൻഡ്, സബ് കോൺഷ്യസ് മൈൻഡ്, അൺകോൺഷ്യസ് മൈൻഡ് എന്ന് പറയുന്ന ഏരിയാസ് ഉണ്ട്. ഇതിനെ ബലപ്പെടുത്തുക അല്ലെങ്കിൽ ഇതിനെ ശക്തിപ്പെടുത്തുന്നത് മാത്രമാണ് മൈൻഡ് പവർ എന്ന് വിശ്വസിക്കുന്ന ഒരു പറ്റം ആൾക്കാരുണ്ട്. അല്ല, ഇതൊരു ടൂൾ മാത്രമാണ്. നമ്മുടെ മനസ്സിലെ കോൺഷ്യസ് മൈൻഡിനെയും സബ് കോൺഷ്യസ് മൈൻഡിനെയും അൺകോൺഷ്യസ് മൈൻഡിനെയും നമ്മൾ പ്രോപ്പറായിട്ട് ഉപയോഗിച്ച് അതുക്കും മേലെയുള്ള അതിനും അപ്പുറമുള്ള ഒരു കാര്യം നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശീലനമാണ് ശരിക്കും എന്തെന്ന് പറയുന്നത് മൈൻഡ് പവർ പരിശീലനം എന്ന് പറയുന്നത്. അതാണ് ശരിക്കും മൈൻഡ് ആർട്ടിലൂടെ നമ്മൾ ചെയ്യുന്നത്. ഓക്കെ, ഇപ്പം ഈ ഒരു പ്രോഗ്രാം ഇപ്പോൾ നമ്മൾ കൊച്ചിയിലേക്ക് കൊണ്ടുവരുന്നു, നമ്മൾ ഇതിൻ്റെ ഒരു പുതിയ ഒരു തരത്തിലേക്ക് കൊണ്ടുവരുന്നു. ആക്ച്വലി ആർക്കാണ് ഇത് പ്രയോജനപ്പെടുക? മൈൻഡ് പവർ എന്ന് പറയുന്നത് എൻ്റെ മോന് 10 വയസ്സാണ്. അവന് കൊച്ചുനാളിൽ മുതൽ ഈ 10 വയസ്സുകാരൻ അവന് 7 വയസ്സുള്ള സമയം മുതൽ ഇത് ഉപയോഗിക്കാറുണ്ട്. അവൻ പറഞ്ഞ മൈൻഡ് പവർ ഉപയോഗിച്ചാൽ, അതായത് അവൻ ചില കാര്യങ്ങൾ ആഗ്രഹിക്കും. ആ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ അവൻ വിഷ്വലൈസ് ചെയ്ത് കാണും. അവൻ മനസ്സിൽ പറയും എനിക്ക് ഇത് വേണമെന്ന്. അത് അവൻ്റെ ജീവിതത്തിൽ സംഭവിക്കും. ശരിക്കും ഇത് തന്നെയാണ് മൈൻഡ് പവർ പ്രോഗ്രാം എന്ന് പറയുന്നത്. മൈൻഡ് പവർ എന്ന് പറയുന്ന ആസ്പെക്ട് ഈവൻ കൊച്ചുകുട്ടികൾക്കായിക്കോട്ടെ, മുതിർന്നവർക്കായിക്കോട്ടെ, പ്രൊഫഷണൽസിനായിക്കോട്ടെ, ആരാണോ ഇതിലേക്ക് വരാൻ താല്പര്യമുള്ളത് അല്ലെങ്കിൽ ഈ ശക്തിയെ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത്, ഈ ശക്തിയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്നത്, അവർക്കൊക്കെ ഉപകരിക്കുന്ന ഒരു പ്രോഗ്രാമാണ് മൈൻഡ് പവർ പ്രോഗ്രാം എന്ന് പറയുന്നത്.
ഈ ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞ ഫോഴ്സ്, അത് ഇപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ നമ്മൾ ഇത് സീക്രട്ടിൽ നമ്മൾ അതെ അതെ അതെ. അപ്പം ആ ഒരു സ്ട്രാറ്റജിയാണോ നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത്? ലോ ഓഫ് അട്രാക്ഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപോലെയുള്ളത് അതുപോലെയുള്ളതിനെ ആകർഷിക്കുക എന്നുള്ളതാണ്. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക് എന്ന് പറയും. ഓക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാനതിൽ വളരെ സിമ്പിളായിട്ടുള്ള ഏതാനും ചില എക്സാമ്പിൾ. നമ്മൾ എന്തുകൊണ്ടാണ് അടുത്തിരിക്കുന്നത്, നമ്മൾ എന്തുകൊണ്ടാണ് സംസാരിക്കുന്നത്. ജിബി എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു 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 പേഴ്സണാലിറ്റി ജസ്റ്റ് എന്ന് പറയുന്ന വ്യക്തിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതിൻ്റെ പേരില്ല. ജസ്റ്റ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി ജിബി എന്ന് പറയുന്ന വ്യക്തിക്ക് അംഗീകരിക്കാൻ പറ്റുന്നതിൻ്റെ പേരില്ല. ഓക്കെ. ഇത് തമ്മിലൊരു സാമ്യമുണ്ട്. ലൈക്ക് അട്രാക്ട്സ് ലൈക്ക്. ഒരുപോലെയുള്ളത് അതുപോലെയുള്ളതിനെ ആകർഷിക്കും. ഈ പ്രപഞ്ചം മൊത്തം എടുത്ത് നോക്കിക്കും, എല്ലാം ഒരുപോലെയുള്ളതിനെ ആകർഷിക്കുന്ന ഒരു പ്രക്രിയ നടക്കുക. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പല പുസ്തകങ്ങളിലൊക്കെ വായിച്ചിട്ടുള്ള ചെറിയൊരു ഉദാഹരണം ഞാൻ പറയാം. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മനോഹരമായിട്ടുള്ള ഒരു റോസാ ഫ്ലവർ, അത് ബട്ടർഫ്ലൈസ് ആണ് അതിലേക്ക് വരുന്നത്. ഓക്കെ. വൃത്തികേടിലേക്ക് പോകുന്ന ഒരു ഈച്ച ഏതിലേക്ക് പോകുന്നില്ല? റോസാ ഫ്ലവറിലേക്ക് പോകുന്നില്ല. അത് വൃത്തികേടിലേക്ക് പോകുന്നത് വൃത്തികേടിനെ ഇഷ്ടപ്പെടുന്ന ഈച്ചകളെ പോവുള്ളൂ. ഓക്കെ. ഓക്കെ. എന്ന് പറഞ്ഞതുപോലെ പുഞ്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഇഷ്ടപ്പെടുന്ന മറ്റൊരു വ്യക്തി അയാളും പുഞ്ചിരിക്കുന്ന ഒരാളായിരിക്കും. പരസ്പരം ഒരു പുഞ്ചിരിയായിരിക്കാം ഒരു ആകർഷണത്തിന് കാരണമായിട്ട് മാറുന്നത്. ഈ പ്രപഞ്ചം മൊത്തം എടുത്ത് നോക്കിയാലും നമുക്ക് മനസ്സിലാവുന്നത് ഒരുപോലെയുള്ളത് അതുപോലെയുള്ളതിനെ ആകർഷിക്കും എന്നുള്ളതാണ്. ഇപ്പം മൃഗങ്ങളുടെ കാര്യമാണെങ്കിലും ഒരുപോലെയുള്ളത് ഒരുമിച്ച് നടക്കുന്നു. മത്സ്യങ്ങളുടെ കാര്യമാണെങ്കിൽ കടലിൽ ഒരുപോലെയുള്ള മത്സ്യങ്ങൾ ഒരുമിച്ച് സഞ്ചരിക്കുന്നു. മനുഷ്യരുടെ കാര്യമാണെങ്കിലും ഒരുപോലെയുള്ള മനുഷ്യന്മാർ കൂട്ടുകൂടുന്നു. അത് നല്ലവരായിക്കോട്ടെ മോശമായിക്കോട്ടെ, നല്ല മനുഷ്യന്മാർ ഒരുമിച്ച്, മോശം ചിന്തിക്കുന്ന മനുഷ്യന്മാർ ഒരുമിച്ച്. ഞാൻ ഇങ്ങനെ പറയാറുണ്ട്, നമ്മൾ സാധാരണ ഏതെങ്കിലും ഒരു കോളേജിലൊക്കെ പോയി കഴിഞ്ഞാൽ അവിടെ ഒരു പയ്യൻ അവിടെ പുതിയതായിട്ട് ജോയിൻ ചെയ്തതെന്ന് വിചാരിക്കുക. അവൻ കുറച്ച് തെമ്മാടിത്തനൊക്കെ കാണിക്കുന്ന വ്യക്തിയാണെന്ന് വിചാരിക്കുക. ഒരു 2 ദിവസം കൊണ്ട് ഇവൻ ക്ഷണിക്കുമൊന്നും വേണ്ട, എല്ലാ ആൾക്കാരും അവിടെയുള്ള ഏറ്റവും നൊട്ടോറിയസ് ആയിട്ടുള്ള ആൾക്കാരൊക്കെ ഇവരുടെ കൂട്ടുകാരായിട്ട് മാറും. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത്. ഇതിന് ഒരുപാട് അർത്ഥതലങ്ങളുണ്ട്, ഒരുപാട് സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഇതിൻ്റെ അകത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അതൊക്കെ നമ്മൾ മൈൻഡ് ആർട്ടിലാണ് കൃത്യമായിട്ട് അവതരിപ്പിക്കുക. എങ്ങനെയാണ് ലോ ഓഫ് അട്രാക്ഷൻ വർക്ക് ചെയ്യുക, അതിൻ്റെ സയൻറ്റിഫിക് ആയിട്ടുള്ള വശങ്ങൾ എന്താണ്, ഈ കാര്യങ്ങളൊക്കെ അതിൻ്റെ അകത്ത് നമ്മൾ വ്യക്തമായിട്ട് കാണിച്ചു. ഈ മൈൻഡ് പവറിനെ നമ്മുടെ എഡ്യൂക്കേഷനിലും ബിസിനസ്സിലും ഒക്കെ എങ്ങനെ ഇംപ്ലിമെന്റ് ചെയ്യാം എന്നുള്ളതിനെ കുറിച്ച് പറയുന്നുണ്ട്, മൈൻഡ് ആർട്ടിൽ പറയുന്നുണ്ട്. അത് ശരിക്കും ബിസിനസ്സിൽ ഒക്കെ എങ്ങനെ ഇത് ശരിക്കും എങ്ങനെ ഹൗ വി കൻ യൂസ് ഇറ്റ്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബിസിനസ്സിൽ മാത്രമല്ല ഇത്, നമ്മുടെ അനുദിന ജീവിതത്തിൽ, ബിസിനസ്സിൽ, കുട്ടികളുടെ കാര്യത്തിൽ, അങ്ങനെ ഏതെല്ലാം മേഖലകളിൽ ഒരു മനുഷ്യൻ ഇടപഴകുന്നു അവിടെയൊക്കെ ഇത് വർക്ക് ചെയ്യും. റിലേഷൻഷിപ്പിൽ വർക്ക് ചെയ്യും, ധനസമ്പാദനത്തിൽ വർക്ക് ചെയ്യും, എല്ലാ മേഖലകളിലും വർക്ക് ചെയ്യും. അപ്പം സാധാരണ രീതിയിൽ ഇത് ബിസിനസ്സുമായിട്ട് ബന്ധിപ്പിച്ച് പറയുകയാണെങ്കിൽ, നമ്മളൊരു ബിസിനസ് ഡീല് ക്ലോസ് ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നത് വിചാരിക്കുക. മൈൻഡ് പവറിലെ ടെക്നിക്കുകൾ ഉപയോഗിച്ചാണ് ബിസിനസ് ഡീല് ക്ലോസ് ചെയ്യുന്നതെങ്കിൽ 100% അത് ക്ലോസ്ഡ് ആയിരിക്കും. അല്ലെങ്കിൽ അതിന് മറ്റൊരു പോംവഴി നമുക്ക് കിട്ടും. ഇപ്പം ചിലപ്പോൾ ആ ഡീല് കിട്ടുന്നില്ല എങ്കിൽ എവിടെയാണോ നമുക്ക് കുറച്ചും കൂടി സ്യൂട്ടബിൾ ആയിട്ടുള്ളൊരു കാര്യം ലഭിക്കേണ്ടത് അതിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഓക്കെ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു വാതിൽ അടഞ്ഞു കഴിഞ്ഞാൽ അനേകായിരം വാതിലുകൾ തുറന്ന് എടുക്കാൻ പറ്റുന്ന ഒരു പ്രോസസ്സാണ് ശരിക്കും മൈൻഡ് ആർട്ട് അല്ലെങ്കിൽ മൈൻഡ് പവർ പ്രോഗ്രാം എന്ന് പറയുന്നത്. അതാണ് നമ്മൾ ശരിക്കും ബിസിനസ്സുകാരെ പഠിപ്പിക്കാൻ പോകുന്നത്. ഓക്കെ. ഇപ്പോൾ ഈ ജനുവരിയിലാണല്ലോ ഇപ്പോൾ ഈ പ്രോഗ്രാം നടക്കാം. അതെ, ബേസിക്കലി ഇതൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നുള്ളൊരു ജനുവരി 18. അപ്പം ഇതൊരു ന്യൂ ഇയർ റെസൊല്യൂഷൻ എന്നുള്ള രീതിയിലാണ് ഉദ്ദേശിക്കുന്നത്. അതെ. അപ്പോൾ ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ എസ്പെഷ്യലി ഇപ്പോൾ ജനുവരി കഴിഞ്ഞാൽ ഫെബ്രുവരി മാർച്ച് ആകുമ്പോൾ എക്സാംസ് ഒക്കെ. അതെ. അപ്പോൾ പഠിക്കുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ പ്രോഗ്രാം എത്രമാത്രം പ്രയോജനപ്പെടും? ഞാനതിനൊരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആ കുട്ടിയുടെ പേര് പറയുന്നില്ല. ഒരു 2-3 വർഷങ്ങൾക്ക് മുമ്പ്, ഏകദേശം 3 വർഷങ്ങൾക്ക് മുമ്പാണ്, ഒരു പെൺകുട്ടി രാത്രിയിൽ ഒരു 9 മണിയായ സമയത്ത് എന്നെ വിളിച്ചു. അപ്പം BCom പരീക്ഷ എഴുതിക്കൊണ്ടിരിക്കുകയാണ്, അക്കൗണ്ടൻസിയുടെ പേപ്പറാണ്, ഒന്നും പഠിച്ചിട്ടില്ല, വല്ലാത്ത ബുദ്ധിമുട്ടാണ്. അപ്പം ഞാൻ ആ പെൺകുട്ടിക്ക് പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ എൻ്റെ അടുത്ത് കൗൺസിലിങ്ങിലും കാര്യങ്ങളൊക്കെ വന്നിട്ടുള്ളൊരു കുട്ടിയാണ്. ആ കുട്ടിക്ക് പറഞ്ഞു കൊടുത്തത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ക്രിയേറ്റീവ് വിഷ്വലൈസേഷൻ എന്ന് പറഞ്ഞൊരു ടെക്നിക്കാണ്. ഞാൻ അതിൻ്റെ അകത്ത് പറഞ്ഞ ഇത്രയും മാത്രമേ ഉള്ളൂ, നീ നല്ല മാർക്ക് മേടിച്ച് പാസ്സാകുന്നതും ആ മാർക്ക് മേടിച്ച് കഴിയുമ്പോൾ നിൻ്റെ പേരൻസ് ഒരുപാട് സന്തോഷിക്കുന്നത്, നിൻ്റെ കൂട്ടുകാർ നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യുന്നതും, ടീച്ചേഴ്സ് ഒരുപാട് സന്തോഷമാകുന്നതൊക്കെ മനസ്സിൽ വിഷ്വലൈസ് ചെയ്ത് കണ്ടിട്ട് ഇനിയുള്ള 2-3 മണിക്കൂർ ഇരുന്ന് ആത്മാർത്ഥമായിട്ട് പഠിക്കാൻ പറഞ്ഞു. അവൾ അതുപോലെ ചെയ്തു. അതിനുശേഷം റിസൾട്ട് വന്നു കഴിഞ്ഞപ്പം ഞങ്ങളുടെ അടുത്തൊരു റിസോർട്ടിലൊരു പ്രോഗ്രാം ചെയ്യുമായിരുന്നു. അപ്പോൾ അവൾ വിളിച്ചു, സാർ എവിടെയാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു ഇന്ന സ്ഥലത്താണെന്ന് പറഞ്ഞു. അതിനുശേഷം ഈ പെൺകുട്ടി അവിടെ വന്നു, എനിക്കൊരു ഗിഫ്റ്റ് തന്നതിന് ശേഷമാണ് കാര്യം പറയുന്നത്. കാര്യം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവൾക്ക് 92% മാർക്ക് കിട്ടിയതിൽ. ഓക്കെ. ഒറ്റ രാത്രി കൊണ്ട് ഈ പെൺകുട്ടി ഇംപ്ലിമെൻ്റ് ചെയ്ത ടെക്നിക്ക്. അപ്പം ഇദ്ദേഹത്തിന് മനസ്സിലാവുമല്ലോ കുട്ടികൾക്ക് എത്രമാത്രം ഉപകരിക്കും.
ബിസിനസ്സുകാർക്ക് എത്രമാത്രം ഉപകരിക്കും, അതല്ലെങ്കിൽ മറ്റ് ഏത് ഫീൽഡിലുള്ള വ്യക്തി ആയിക്കോട്ടെ, അവിടെയൊക്കെ ഈ മൈൻഡ് പവർ ശരിയായ രീതിയിൽ പ്രാക്ടീസ് ചെയ്താൽ അത് തീർച്ചയായിട്ടും ഉപകരിക്കും. ഓക്കെ. ഹൗ ലോങ് യു ആർ ഇൻ ടു ദിസ് പ്രോസസ്? ഞാൻ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ 2003 എൻ്റെ ട്രെയിനിങ് പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തത്. പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സ്റ്റാർട്ട് ചെയ്തതാണ്. ഓക്കെ. അതിനുശേഷം 2009 മുതൽ ഫുൾ ടൈം ട്രെയിനിങ്ങിലേക്ക് മാറി. ആ ഫുൾ ടൈം ട്രെയിനിങ്ങിലേക്ക് മാറിയ സമയം മുതൽ സ്റ്റാർട്ട് ചെയ്ത ഒരു പ്രോഗ്രാമാണ് മൈൻഡ് പവർ ട്രെയിനിങ് എന്ന് പറയുന്നത്. NLP, അതോടൊപ്പം തന്നെ ട്രാൻസാക്ഷൻ അനാലിസിസ് ഉൾപ്പെടെയുള്ള പല മേഖലകളിലും ഞാൻ ട്രെയിനിങ് എടുക്കുന്നുണ്ട്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം ഈ മൈൻഡ് ആർട്ട് എന്ന് പറയുന്ന അല്ലെങ്കിൽ മൈൻഡ് പവർ ട്രെയിനിങ് എന്ന് പറയുന്നത് എനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു പ്രോഗ്രാമാണ്. അപ്പോൾ കുറേയധികം വർഷങ്ങളായിട്ട് ഞാൻ ചെയ്യുന്നൊരു പ്രോഗ്രാമാണ് ഈ ഒരു മൈൻഡ് ആർട്ട് അല്ലെങ്കിൽ മൈൻഡ് പവർ പ്രോഗ്രാം എന്ന് പറയുന്നത്. ഓക്കെ. സോ ആസ് യു നോ ദാറ്റ് we call it is story makers. ഓക്കെ. So what is your story behind it? ഇപ്പോൾ ഉദാഹരണം, ആൾക്കാർ ഒരുപാട് കരിയർ ചൂസ് ചെയ്യുന്നുണ്ട്. ദർ ഇസ് ലോട്ട് ഓഫ് പീപ്പിൾ ആർ കമ്മിങ്, സോ ഡിഫറെൻറ്റ് പല ഓപ്ഷൻസിലേക്ക് പോകുന്നുണ്ട്. അതെ. ഹൗ ജസ്റ്റിൻ തോമസ് ബിക്കം എ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ഓർ ഹൗ യു ബിക്കം എ ട്രെയിനർ? ഓക്കെ. വാട്ട് ഈസ് ദ ഇൻസ്പിറേഷൻ ബിഹൈൻഡ് ഇറ്റ്? അതൊരു നല്ലൊരു ചോദ്യമാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, നല്ല ചോദ്യം എന്ന് ഞാൻ പറയാനുള്ള റീസൺ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഞാൻ സൗദാമിനി മിസ് എന്ന് പറയുന്ന മിസ് എന്നെ പഠിപ്പിച്ചിരുന്ന മിസ്, അരുവത്തോ സെൻറ്റ് ജോർജസ് കോളേജിൽ പഠിപ്പിച്ചിരുന്ന മിസ് എന്നോടൊരു സെഷൻ എടുക്കാൻ പറഞ്ഞു ക്ലാസ്സിൽ. ഓക്കെ. ഞാനതെടുത്തു. വളരെ ഭംഗിയായിട്ട് ഞാൻ എടുത്തു കഴിഞ്ഞപ്പോൾ മിസ് പറഞ്ഞു, നല്ല സ്റ്റേജ് പ്രസൻസ് ആണ്, നിനക്ക് കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് പറഞ്ഞു. അതിനു മുമ്പ് ഞാൻ 12th പഠിക്കുന്ന സമയത്ത് എൻ്റെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ച സണ്ണി സാറ്, കാര്യപറമ്പിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ വീട്ടുപേര്, അദ്ദേഹം മരിച്ചുപോയി. അപ്പം ആ സാർ ഒരിക്കൽ എന്നോട് പറഞ്ഞു, നിനക്ക് നന്നായിട്ട് പ്രസംഗം പറയാൻ പറ്റും. എന്നിട്ട് ഈ സാർ എന്ത് ചെയ്തു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എനിക്കൊരു പ്രസംഗം എഴുതി തന്നു. ആ പ്രസംഗം ഞാൻ പഠിച്ചു. അങ്ങനെ രൂപതയിൽ ഞാൻ ഫസ്റ്റ് മേടിച്ചു. പാലാ രൂപതയിൽ അന്ന് പ്രസംഗ മത്സരത്തിൽ ഫസ്റ്റ് മേടിച്ചു. ഈ +2 പഠിക്കുന്ന ആ ഇൻസിഡൻറ്റും പ്ലസ് ഡിഗ്രിക്ക് സൗദാമിനി മിസ് എനിക്ക് പറഞ്ഞു തന്ന കാര്യവും ഈ രണ്ടും കൂടി ചേർത്ത് വായിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ട്രെയിനിങ് എടുക്കുക അല്ലെങ്കിൽ ക്ലാസ് എടുക്കുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് നന്നായിട്ട് യോജിക്കുമെന്ന്. അങ്ങനെ ഞാൻ വീണ്ടും ബോംബെയിൽ പോയി. ബോംബെയിലാണ് ഞാൻ പോസ്റ്റ് ഗ്രാജുവേഷൻസ് ഒക്കെ ചെയ്യുന്നത്. ആ സമയത്ത് അവിടെ ഒരു കലീന എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു പള്ളിയിൽ ക്ലാസ് എടുക്കുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസരം ലഭിച്ചു. അങ്ങനെ അവസരം ലഭിച്ചപ്പോൾ അതെനിക്ക് നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി. അതിനുശേഷം പിന്നീട് പഠനം കഴിഞ്ഞിട്ട് ഞാൻ വർക്ക് ചെയ്ത് ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട്, അഗാഖാൻ എഡ്യൂക്കേഷൻ സർവീസസ് പോലെയുള്ള സ്ഥാപനങ്ങളൊക്കെയാണ് ജോലി ചെയ്യുന്നതും കാര്യങ്ങളുമൊക്കെ. ഇവിടെയൊക്കെ റിസർച്ചും ട്രെയിനിങ്ങും ഞാൻ ധാരാളമായിട്ട് ഹാൻഡിൽ ചെയ്തു. പ്രത്യേകിച്ച് അഗാഖാൻ എഡ്യൂക്കേഷൻ സർവീസസ് നാഷണൽ കോർഡിനേറ്റർ ആയിരുന്നു. ആ സമയത്ത് ധാരാളമായിട്ടുള്ള ട്രെയിനിങ് പ്രോഗ്രാംസ് എടുത്തു. അപ്പം ഇതെല്ലാം എൻ്റെ ജീവിതത്തിൽ എന്തായിട്ട് മാറി, ഈ ട്രെയിനിങ്ങിലേക്കുള്ള ഒരു വഴിത്തിരിവായിട്ട് മാറി. ഞാൻ ട്രെയിനിങ് ശരിക്കും വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. 2008 അവസാനം വരെ ഞാൻ വർക്ക് ചെയ്യുകയായിരുന്നു. അതിനുശേഷം സ്വന്തമായിട്ടുള്ള സ്ഥാപനം തുടങ്ങി. ട്രെയിനിങ് എന്ന് പറയുന്നത് എൻ്റെ ജീവനോപാധിയായിട്ട് ഞാൻ തിരഞ്ഞെടുത്തു. അത് വളരെ പാഷനോട് കൂടി ചെയ്യുന്നൊരു കാര്യമാണ്. അങ്ങനെ ചെയ്യുന്ന സമയത്ത് ധാരാളമായിട്ടുള്ള കൗൺസിലിംഗ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ വന്നു ചേരാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് അതിന് മുമ്പ് തന്നെ ഞാൻ ആദ്യം പഠിച്ച PG എന്ന് പറയുന്നത് എക്കണോമിക്സ്, രണ്ടാമത് സോഷ്യോളജി ചെയ്തു, മൂന്നാമതാണ് ഞാൻ സൈക്കോളജി ചെയ്യുന്നത്. ഈ സൈക്കോളജി പോസ്റ്റ് ഗ്രാജുവേഷൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് വളരെയധികം താല്പര്യം തോന്നുകയും മറ്റുള്ളവരുടെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാനുള്ള അല്ലെങ്കിൽ അതിലൊരു പരിഹാരം കൊടുക്കാനുള്ള ഒരു അവസ്ഥ എനിക്കുണ്ട് എന്ന് ഞാൻ തിരിച്ചറിയും. പിന്നീട് MPhil ചെയ്യുകയും പിന്നീട് PhD സൈക്കോളജിയിൽ തന്നെ ചെയ്യുകയും അങ്ങനെ കൗൺസിലിംഗ് മേഖലയിലേക്ക് തിരികുകയും ചെയ്തു. ഓക്കെ. ഈ കൗൺസിലിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ശരി പറഞ്ഞാൽ ഇപ്പം യൂത്തിനിടയിൽ ഭയങ്കരമായ പ്രോബ്ലംസ് നടക്കുന്നു. സെയിം ഇപ്പം എനിക്കുമല്ലോ, ഞാൻ പറഞ്ഞാൽ നമ്മുടെ ഓഫീസിൽ പോലും ചിലപ്പോൾ വരുന്ന പിള്ളേർ ഇൻ്റർവ്യൂ എടുക്കുമ്പോൾ വരുന്ന പിള്ളേർ ഇപ്പം ദർ ഓൾ ഹാവിങ്, അപ്പോൾ എല്ലാവരും ഐ വോണ്ട് ടു മീറ്റ് എ സൈക്കോളജിസ്റ്റ് അല്ലെങ്കിൽ ഡിപ്രഷൻ. അപ്പോൾ നമ്മൾ വിചാരിക്കണം ഇവർക്കൊക്കെ സൈക്കോളജിസ്റ്റിനെ കാണേണ്ട ആവശ്യമുണ്ടോ? അപ്പോൾ ഒരാൾക്ക് ഒരുപാട് ഡിപ്രഷനെ കുറിച്ചും ഭയങ്കരമായ ഡിപ്രഷനെ വരുന്നു. അപ്പോൾ ഇന്നത്തെ യൂത്തിനെ സംബന്ധിച്ചിടത്തോളം ഈ കൗൺസിലിംഗ് ശരിക്കും ഹൗ ദിസ് ഈസ് ഹെൽപ്ഫുൾ, ഇത് അവർക്ക് എങ്ങനെ അത് ഹെൽപ്ഫുൾ ആണ്? ഓക്കെ. കൗൺസിലിംഗ് എന്ന് പറയുന്നത് ശരിക്കും അത് അറ്റൻഡ് ചെയ്യുന്നൊരു തെറ്റല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം നാം മനസ്സിലാക്കിയിരിക്കേണ്ടത്. ഓക്കെ. കാരണം പലപ്പോഴും കൗൺസിലിംഗ് പോയാൽ സൈക്കാട്രിസ്റ്റിനെ കാണാൻ പോയതുള്ള ഫീലിംഗ് ആകുന്നത്. ഓക്കെ. കൗൺസിലേഴ്സ് എന്ന് പറയുന്നത് കരിയർ കൗൺസിലേഴ്സ് ഉണ്ട്, അതോടൊപ്പം തന്നെ സൈക്കോളജിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള കൗൺസിലേഴ്സ് ഉണ്ട്. അങ്ങനെ വ്യത്യസ്ത മേഖലകളിൽ കൗൺസിലേഴ്സ് വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ കൗൺസിലറെ കാണുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് കൗൺസിലേഴ്സ് സപ്പോർട്ട് ചെയ്യുന്നത് അവൻ്റെ തന്നെ ഉള്ളിലുള്ള, ആരാണോ കൗൺസിലിങ്ങിന് അറ്റൻഡ് ചെയ്യുന്നത് ആ വ്യക്തിയുടെ ഉള്ളിലുള്ള പൊട്ടൻഷ്യലിനെ അവനെ കൊണ്ട് തന്നെ അല്ലെങ്കിൽ അവളെ കൊണ്ട് തന്നെ തിരിച്ചറിയാൻ സഹായിക്കുന്ന പ്രക്രിയയാണ്. ഓക്കെ. കൗൺസിലർ സജഷൻ കൊടുക്കുകയല്ല ചെയ്യുന്നത്. ഗൈഡൻസിൽ സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ കൗൺസിലിങ്ങിൽ ആ വ്യക്തിയോട് ചില ചോദ്യങ്ങൾ ചോദിച്ച് ആ വ്യക്തിയുടെ
ആവശ്യത്തിനനുസരിച്ച് അവൻ്റെ ഉള്ളിലെ അവളുടെ ഉള്ളിലെ പൊട്ടൻഷ്യൽസിനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ആ വ്യക്തിയെ പ്രാപ്തയാക്കുക അല്ലെങ്കിൽ പ്രാപ്തനാക്കുന്ന പ്രോസസ്സാണ്. ഓക്കെ, അത് എപ്പോഴും നല്ലതല്ലേ? കാരണം ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ വ്യക്തിയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ആ വ്യക്തിക്ക് അറിയില്ല. എന്നാൽ ആ വ്യക്തിയുടെ ഉള്ളിൽ അതിനെക്കുറിച്ചൊരു ബോധ്യമുണ്ട്. പക്ഷേ അത് റിവീൽ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ആ വ്യക്തിക്ക് പറ്റുന്നില്ല. അപ്പോൾ അതിനുള്ളൊരു സപ്പോർട്ടായിട്ടാണ് ശരിക്കും കൗൺസിലിംഗ് പ്രോഗ്രാം വർത്തിക്കുക. അങ്ങനെ ഉള്ള ഒരു സപ്പോർട്ട് ജീവിതത്തിൽ വ്യത്യസ്ത സമയങ്ങളിൽ നേടിയെടുത്തു കഴിഞ്ഞാൽ വലിയ സീരിയസ് ആയിട്ടുള്ള പ്രശ്നങ്ങളിലേക്ക് ഒരു വ്യക്തി പോകാതിരിക്കും. ശരിക്കും പറഞ്ഞാൽ എല്ലാവർക്കും കൗൺസിലിംഗ് വേണം. മനുഷ്യനായിട്ട് ജനിച്ചു കഴിഞ്ഞാൽ അവന് ട്രെയിനിങ്ങും വേണം, കൗൺസിലിംഗും വേണം. ഞാനിങ്ങനെ പറയാറുണ്ട്, അതായത് മൃഗങ്ങളും മനുഷ്യനും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് അത് വളരെ സിമ്പിളാണ്. അതായത് മൃഗങ്ങൾ ബേസിക് ഇൻസ്റ്റിങ്ക്ട്സോട് കൂടിയാണ് ജനിക്കുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ തിന്നുക, കൊല്ലുക, സെക്സ്, ഹാവിങ് സെക്സ്, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടിയൊക്കെയാണ് മൃഗങ്ങളുടെ ഒരു പ്രത്യേക ജീവിതം എന്ന് പറയുന്നത്. പക്ഷേ അതിൽ നിന്ന് മനുഷ്യനായിട്ട് മാറുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവന് ട്രെയിനിങ് കിട്ടുമ്പോഴാണ്. ഒന്നും വേണ്ടുന്നൊരു പട്ടിക്കുഞ്ഞ്. ഈ പട്ടിക്കുഞ്ഞിനെ നമ്മൾ മേടിച്ചു കഴിഞ്ഞിട്ട് അതിനെ വീട്ടിൽ വളർത്താൻ കൊള്ളുന്ന ഒരു പട്ടിക്കുഞ്ഞായിട്ട് മാറ്റണമെങ്കിൽ അതിനെന്ത് വേണം? ട്രെയിനിങ് വേണം. ഈ സെയിം സിറ്റുവേഷൻ തന്നെയാണ്. ഒരു മനുഷ്യൻ ജനിച്ചു കഴിഞ്ഞാൽ അവന് ട്രെയിനിങ്, അവൻ്റെ മാതാപിതാക്കൾ കൊടുക്കുന്ന ട്രെയിനിങ്, സ്കൂളിൽ നിന്ന് കിട്ടുന്ന ട്രെയിനിങ്, ഇതൊക്കെയാണ് അവനെ മനുഷ്യനാക്കി മാറ്റുന്നത്. അപ്പം ഈ സോഫ്റ്റ് സ്കിൽസ് ട്രെയിനിങ് അല്ലെങ്കിൽ ലൈഫ് സ്കിൽസ് ട്രെയിനിങ് അല്ലെങ്കിൽ കൗൺസിലിംഗ് പ്രോഗ്രാംസ് ഒക്കെ ശരിക്കും എന്താണ് ഈ വ്യക്തിക്ക് കൊടുക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പൂർണ്ണ മനുഷ്യനായിട്ട് മാറുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരവസരമാണ് കൊടുക്കുന്നത്. അതുകൊണ്ട് എല്ലാ വ്യക്തികളും മനുഷ്യനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വ്യക്തികളും നിർബന്ധമായിട്ടും ട്രെയിനിങ്ങും കൗൺസിലിങ്ങും ഒക്കെ അറ്റൻഡ് ചെയ്യണം. ഓക്കെ, ഇപ്പം ഈ സൈക്കോളജിസ്റ്റ്, സൈക്കാട്രിസ്റ്റ്, കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ്, ഇങ്ങനെ കൗൺസിലേഴ്സ്, സ്പിരിച്വൽ കൗൺസിലേഴ്സ്, ഇങ്ങനെ കുറേ വേർഡുണ്ട്. അതെ. ആക്ച്വലി പീപ്പിൾ കൺഫ്യൂസ്ഡ് ആക്ച്വലി who is the right fit for me. അതെ. So if you suggest how we can identify who is the one actually I want to be. ഓക്കെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഒരു വ്യക്തിക്ക് എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻസ് ഉണ്ടായിരിക്കണം, ഒന്നാമത്തേത്. രണ്ടാമത്തെ കൗൺസിലർക്ക്. ഓക്കെ. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിക്ക് എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം. ഈ രണ്ട് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് ഓൺ ദിസ് ടോപ്പിക്. അതല്ലെങ്കിൽ എന്താ സംഭവിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇപ്പം ഒരാൾ പറയുകയാണ് അയാളൊരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആണെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് ആ കൗൺസിലിംഗുമായിട്ട് ബന്ധപ്പെട്ട അല്ലെങ്കിൽ സൈക്കോളജിയുമായി ബന്ധപ്പെട്ട നോളേജ് ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ചോദിച്ചാൽ, ഒരു വ്യക്തി വന്നു കഴിയുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റാതെ വരും. ആ വ്യക്തിയുടെ ലക്ഷണങ്ങൾ, ആ വ്യക്തി അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അതൊക്കെ ഒരു സൈക്കോളജിക്കൽ ഇഷ്യൂവുമായിട്ട് ബന്ധപ്പെട്ടതാണെങ്കിൽ ആ ഡയഗ്നോസിസ് എന്ന് പറയുന്നത് കൃത്യമായിട്ട് നടത്താൻ ഒരു കൗൺസിലർക്ക് സാധിക്കണം. അതിനുള്ള കപ്പാസിറ്റി ഉണ്ടാവണം. ആ കപ്പാസിറ്റി ഉണ്ടാകുന്നത് രണ്ട് കാര്യങ്ങളിലൂടെയാണ്. ഒന്ന് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷനിലൂടെ, രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത് ആ വ്യക്തിയുടെ എക്സ്പീരിയൻസിലൂടെ. അപ്പം നമ്മൾ എപ്പോഴും എഡ്യൂക്കേഷൻ പ്ലസ് എക്സ്പീരിയൻസ് നോക്കിയാണ് ഒരു വ്യക്തി ശരിക്കും ജെന്യുവനായിട്ടുള്ളൊരു കൗൺസിലറാണോ, അദ്ദേഹത്തിന് നമ്മളെ സപ്പോർട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ നമ്മൾ സാധാരണ രീതിയിൽ ഇപ്പം ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുകളുടെ കാര്യം എടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റ് എന്ന് പറയാൻ പറ്റത്തില്ല. ആ വ്യക്തിക്ക് RCA, റീഹാബിലിറ്റേഷൻ കൗൺസിൽ ഓഫ് ഇന്ത്യയുടെ, അതോടൊപ്പം തന്നെ സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ കൗൺസിലിംഗ് ഡിപ്പാർട്ട്മെൻറ്റുകളുടെ ഒക്കെ രജിസ്ട്രേഷൻ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റായിട്ട് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ഒരു ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റിനെയാണ് നോക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും എന്ത് വേണം, അദ്ദേഹത്തിന് രജിസ്ട്രേഷൻ ഉണ്ടോ എന്ന് നോക്കുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. എന്നാൽ കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്കതിൻ്റെ ആവശ്യമില്ല, രജിസ്ട്രേഷൻ്റെ ആവശ്യമില്ല. പഞ്ചായത്ത് രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി രജിസ്ട്രേഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക്, ആ വിഷയത്തിൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു സെൻറ്റർ റൺ ചെയ്യുന്നതിന് ഇന്ത്യയിൽ പെർമിഷനുണ്ട്, ഇന്ത്യയിൽ ബുദ്ധിമുട്ടില്ല. ഇനി സ്പിരിച്വൽ കൗൺസിലേഴ്സ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി ഏത് സ്പിരിച്വൽ ഗ്രൂപ്പുമായിട്ടാണ് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത്, ആ സ്പിരിച്വാലിറ്റി ഏത് തരത്തിലുള്ള സ്പിരിച്വാലിറ്റിയാണ് അദ്ദേഹം പ്രാക്ടീസ് ചെയ്യുന്നത്, അവിടുന്ന് കൊടുക്കുന്ന ഗൈഡൻസ് കൊടുക്കുന്ന വ്യക്തിക്ക് അല്ലെങ്കിൽ കൗൺസിലിംഗ് കൊടുക്കുന്ന വ്യക്തിക്ക് ബേസിക് ആയിട്ടുള്ള എഡ്യൂക്കേഷണൽ ക്വാളിഫിക്കേഷൻ ഉണ്ടോ, സ്പിരിച്വലായിട്ടുള്ള ഒരു എൻറിച്ച്മെൻറ്റ് ഉള്ള വ്യക്തിയാണോ ഈ വ്യക്തി, അതോടൊപ്പം തന്നെ ആ ബന്ധപ്പെട്ടിരിക്കുന്ന ഓർഗനൈസേഷൻ ജെനുവിനാണോ, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നോക്കിയിട്ടായിരിക്കണം തീർച്ചയായിട്ടും ഒരു സ്പിരിച്വൽ കൗൺസിലറെ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട്. അദ്ദേഹത്തിൻ്റെ ഹിസ്റ്ററി എന്താണ്, അദ്ദേഹത്തിൻ്റെ ക്വാളിഫിക്കേഷൻ എന്താണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിയിട്ടാണ് സാധാരണ തിരഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുക. ഇതിൻ്റെ അകത്ത് മനസ്സിലാക്കിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, ഒരു കൗൺസിലിംഗ് സൈക്കോളജിസ്റ്റ് ആയിക്കോട്ടെ, ഒരു സൈക്കാട്രിസ്റ്റ് ആയിക്കോട്ടെ. സൈക്കാട്രിസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും അദ്ദേഹം MBBS കഴിഞ്ഞതിന് ശേഷം സൈക്കാട്രിയിൽ സ്പെഷ്യലൈസേഷൻ നടത്തിയ ആളാണ് ആരെന്ന് പറയുന്നത്, സൈക്കാട്രിസ്റ്റ് എന്ന് പറയുന്നത്. അദ്ദേഹത്തിന് മാത്രമേ മരുന്ന് കുറിക്കുവാനുള്ള
അവകാശമുള്ളൂ. ബാക്കിയുള്ള ആർക്കും മരുന്ന് കുറിക്കുവാനോ സജസ്റ്റ് ചെയ്യാനോ ഒന്നും അവകാശമില്ല. ഓക്കെ. ഓക്കെ, അത് സിമ്പിളായിട്ടുള്ള മീൻസ് സൈക്കോളജിസ്റ്റ് നെവർ പ്രിസ്ക്രൈബ് എനി മെഡിസിൻ. മെഡിസിൻ അവർ ചെയ്യില്ല, അവർക്ക് ചെയ്യാനുള്ള അവകാശമില്ല. ഓക്കെ. ഇവരൊക്കെ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഒരു പ്രശ്നം എന്താണെന്ന് മനസ്സിലാക്കി ആ വ്യക്തിയുടെ ഉള്ളിലുള്ള ആ കോൺഷ്യസ്നെസ്സിനെ ഉണർത്തിയിട്ട് ആ വ്യക്തിക്ക് പ്രശ്നങ്ങൾ സോൾവ് ആക്കാനുള്ള കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുക. അതല്ലെങ്കിൽ അദ്ദേഹത്തെ കൊണ്ട് തന്നെ ആ പ്രശ്നങ്ങൾ സോൾവ് ആക്കിക്കുക എന്നുള്ള കാര്യമാണ് ബാക്കിയുള്ള ആൾക്കാരൊക്കെ ചെയ്യേണ്ടത്. സൈക്കാട്രിസ്റ്റിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ അവിടെ പ്രോപ്പറായിട്ടുള്ള ഡയഗ്നോസിസ് വീണ്ടും നടക്കും. അവിടെ അവർ എന്ത് കെമിക്കലിൻ്റെ പ്രശ്നം കൊണ്ടാണ്, ഏത് കെമിക്കൽ ഇൻസഫിഷ്യൻസി കൊണ്ടാണ് ഈ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത് എന്ന് കൃത്യമായിട്ട് നോക്കും. അതിനനുസരിച്ച് മെഡിസിൻസ് കൊടുക്കും. ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് സൈക്കാട്രിസ്റ്റാണ്. ശരി, ഓക്കെ. ഞാൻ നമ്മുടെ ഇൻ്റർവ്യൂവിന് വേണ്ടി ക്വസ്റ്റ്യൻസ് പ്രിപ്പയർ ചെയ്തപ്പോൾ കണ്ടൊരു സാധനമാണ് ഈ സെൽഫ് അഫർമേഷൻ എന്നൊരു വേർഡാണ്. സോ വാട്ട് ആക്ച്വലി മീൻ ബൈ സെൽഫ് അഫർമേഷൻ? സെൽഫ് അഫർമേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മുടെ ഉള്ളിൽ പറയുന്ന ചില സെൻറ്റൻസുകളെയാണ് സെൽഫ് അഫർമേഷൻ എന്ന് പറയുക. അത് മനഃപൂർവ്വം പറയുന്നതാണ്. ഓക്കെ. നമ്മളോട് തന്നെ സംസാരിക്കാറുണ്ട്. ആ സംസാരിക്കുന്നത് ഇൻട്രാപേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ എന്നാണ് പറയുക. നമ്മൾ വെറുതെ ഇരിക്കുന്ന സമയത്ത് ചില കാര്യങ്ങളൊക്കെ നമ്മളോട് തന്നെ സംസാരിക്കും. ഓക്കെ. അതിനെ സിസ്റ്റമാറ്റിക് ആയിട്ട് നമ്മൾ അവതരിപ്പിക്കുകയാണെങ്കിൽ അത് സെൽഫ് അഫർമേഷനായി മാറി. ഓക്കെ. ഈ സെൽഫ് അഫർമേഷൻ എന്ന് പറയുന്നത് 2 തരത്തിലുണ്ട്. നെഗറ്റീവ് സെൽഫ് അഫർമേഷനും ഉണ്ട്, പോസിറ്റീവ് സെൽഫ് അഫർമേഷനും ഉണ്ട്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നന്നായിട്ട് മടുത്തിരിക്കുന്ന സമയത്ത് ഒരാൾ പറയുകയാണ്, ഓഹ് എന്തൊരു ചൂട്, എന്തൊരവസ്ഥ, എന്തൊരു ഗതികേട് എന്ന് പറഞ്ഞാൽ അത് നെഗറ്റീവ് സെൽഫ് അഫർമേഷനാണ്. ഓക്കെ. ആ പറയുന്ന വാക്കുകൾ നെഗറ്റീവാണ്. ഓക്കെ. ഏത് വാക്കുകളിലും അതിൻ്റെതായ ഒരു പിക്ചറുണ്ട്, നെഗറ്റീവ് പിക്ചേഴ്സ് ഉണ്ടാവും. ശരിക്കും പറഞ്ഞാൽ വർത്തമാനം പറയുമ്പോൾ സൂക്ഷിക്കണം, മറ്റുള്ളവരോട് പറയുമ്പോഴൊക്കെ സൂക്ഷിക്കണം. ഓക്കെ. ഇനി പോസിറ്റീവ് സെൽഫ് അഫർമേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മടുത്തിരിക്കുന്ന സമയത്ത് ഐ എം റിയലി എനർജറ്റിക്, ഐ ക്യാൻ ഡു ഇറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് പോസിറ്റീവ് സെൽഫ് അഫർമേഷനായി. ഓക്കെ. അപ്പോൾ ഇത് വർക്ക് ചെയ്യുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ എന്ത് ചിന്തിച്ചാലും ആ ചിന്തിക്കുന്നത് തലച്ചോറിൽ ഒരു വൈബ്രേഷൻ ഫ്രീക്വൻസിയെ സൃഷ്ടിക്കും. അത് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിലൂടെ നമ്മുടെ ശരീരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്ക് എത്തും. ആ എത്തുന്ന കാര്യങ്ങൾ, എത്തുന്ന സിഗ്നൽസ് അത് അതാത് ഹോർമോണുകളെ സെക്രിയേറ്റ് ചെയ്യാൻ സഹായിക്കും. അങ്ങനെ ഹോർമോണുകളാണല്ലോ ശരിക്കും നമ്മുടെ ബോഡിയെ, ഈ കെമിക്കൽസ് ആണല്ലോ നമ്മുടെ ബോഡിയെ സ്വാധീനിക്കുന്നത്. ഓക്കെ. അപ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അത് കൃത്യമായിട്ട് നമ്മുടെ ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. അതിനാണ് സൈക്കോസൊമാറ്റിക് ഇമ്പാക്റ്റ് എന്ന് പറയുന്നത്. സൈക്കോ എന്ന് പറഞ്ഞാൽ മനസ്സ്, സൊമാറ്റിക് എന്ന് പറഞ്ഞാൽ ബോഡി. മനസ്സിൽ ചിന്തിക്കുന്ന കാര്യങ്ങൾ ബോഡിയിൽ റിഫ്ലക്റ്റ് ചെയ്യും. ഓക്കെ. അങ്ങനെ റിഫ്ലക്റ്റ് ചെയ്യിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കൊരു കാര്യം ഇല്ലാതിരിക്കുന്ന സമയത്ത് അത് ഉണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിന് എന്ത് തിരിച്ചറിയത്തില്ല, ഇവൻ പറയുന്ന സത്യമാണോ ഇവൻ ഉണ്ടാക്കി പറയുന്നതാണോ എന്ന് തിരിച്ചറിയാൻ മനസ്സിന് പറ്റത്തില്ല. ഓക്കെ. മനസ്സിനെല്ലാം ശരിയാണ്. ഓക്കെ. അപ്പം നമ്മളൊരു കാര്യം ചിന്തിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണെന്ന് നമ്മുടെ ബ്രെയിൻ വിശ്വസിക്കുകയും, മനസ്സെന്ന് പറയുന്നത് ഞാനിവിടെ ഉദ്ദേശിച്ചത് ബ്രെയിൻ വിശ്വസിക്കുകയും, അങ്ങനെ വിശ്വസിക്കുന്നതിൻ്റെ ഫലമായിട്ട് കൃത്യമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഹോർമോണുകളുടെ അല്ലെങ്കിൽ മിതമായിട്ടുള്ള ഹോർമോണുകളുടെ ഉൽപ്പാദനം ഉണ്ടാവുകയും അതോടുകൂടി നമ്മുടെ ബോഡി ഓക്കെ ആയി തീരുകയും ചെയ്യും. ശരി. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടാണ് ശരിക്കും നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്, പോസിറ്റീവ് സെൽഫ് അഫർമേഷൻസ് ഉപയോഗിക്കുന്നത്. മൈൻഡ് പവറിൽ, മൈൻഡ് ആർട്ട് പ്രോഗ്രാമിൽ നമ്മൾ ധാരാളമായിട്ട് പോസിറ്റീവ് സെൽഫ് അഫർമേഷൻസ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ. ഇപ്പം മൈൻഡ് പ്രോഗ്രാംസ് അറ്റൻഡ് ചെയ്യണമെങ്കിൽ, മൈൻഡ് ആർട്ട് പ്രോഗ്രാം പോലെയുള്ള പ്രോഗ്രാം വർക്ക് ചെയ്യുമ്പം ഈ മനസ്സ് ക്ലിയർ ആയിരിക്കണം എന്ന് പറയും. അതെ. അപ്പം നമ്മളിങ്ങനെ ഈ ഓടി നടക്കുന്നിടയ്ക്കും ഒരു പക്ഷേ ബിസിനസ്സുകാർ അതിൻ്റെ സ്ട്രെസ് ഉണ്ടാവും, പിള്ളേർക്ക് പിള്ളേരുടേതായിട്ടുള്ള എഡ്യൂക്കേഷനും. അപ്പം സോ അതിൻ്റെ ഇടയ്ക്ക് ഓടി വന്ന് ഇങ്ങനെ ഒരു പ്രോഗ്രാം ചെയ്താൽ ഇത് ആക്ച്വലി ഇത് ക്ലിയർ ആണോ, മൈൻഡ് ക്ലിയർ ചെയ്യാൻ? അതായത് മൈൻഡ് പവർ പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമുക്ക് നിർബന്ധമായിട്ട് മനസ്സ് ക്ലിയർ ആയിരിക്കണം ഉള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഓക്കെ. പക്ഷേ മൈൻഡ് പവർ പ്രോഗ്രാമിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് മനസ്സിനെ ക്ലിയർ ആക്കി ഒരു വ്യക്തിയുടെ കപ്പാസിറ്റിയെ വർദ്ധിപ്പിച്ച് മൈൻഡ് പവർ പ്രാക്ടീസ് ചെയ്യാനുള്ള കപ്പാസിറ്റിയിലേക്ക് അവനെ എത്തിക്കുക എന്നുള്ളതാണ്. അപ്പം നമ്മുടെ ഈ പ്രോഗ്രാമിൻ്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, അവൻ്റെ മനസ്സിനെ ക്ലിയർ ആക്കി കൊടുക്കും, അവൻ്റെ ഉള്ളിലുള്ള പ്രശ്നങ്ങളെ. അതായത് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു നമ്മുടെ കയ്യിലൊരു ബാഗ് ഉണ്ടെന്ന് വിചാരിക്കുക. ആ ബാഗ് നമുക്ക് നല്ല കാര്യങ്ങൾ ഇട്ട് വെച്ച് അല്ലെങ്കിൽ കുറച്ച് തുണി മടക്കി അതിൻ്റെ അകത്ത് വെക്കണമെങ്കിൽ അതിൻ്റെ അകത്തെ പൊടിയും കാര്യങ്ങളൊക്കെ തട്ടിക്കളയണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, നമ്മൾ ഈ മടക്കി വെക്കുന്ന തുണിയും വൃത്തികേടായി പോകും. ഓക്കെ. ഈ സംഭവം മനസ്സിൻ്റെ കാര്യത്തിലുണ്ട്. നമ്മൾ ഈ ഓട്ടമാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഉള്ളിൽ മലിനമായിരിക്കുന്ന അവസ്ഥ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, എടുത്ത് കളഞ്ഞതിന് ശേഷം വേണം നമ്മൾ പുതിയ നല്ല കാര്യങ്ങൾ നമ്മുടെ ഉള്ളിലേക്ക് ഇടാനും. ഇനി കമ്പ്യൂട്ടറുമായിട്ട് ബന്ധപ്പെടുത്തി അതിനെ ഇങ്ങനെ പറയുകയാണെങ്കിൽ അത് NLPയുമായിട്ടൊക്കെ ബന്ധപ്പെട്ടതാണ്. ഇപ്പോൾ ഒരു സോഫ്റ്റ്വെയർ അത് കറപ്റ്റഡ് ആയെന്ന് വിചാരിക്കുക. ആ സോഫ്റ്റ്വെയർ കറപ്റ്റഡ് ആയെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിനെ ഡിലീറ്റ് ചെയ്തിട്ട് നമ്മൾ റീഇൻസ്റ്റാൾ ചെയ്യണം. ഇനി അപ്ഗ്രേഡ് ചെയ്യപ്പെടാത്ത സോഫ്റ്റ്വെയർ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അപ്ഗ്രേഡ് ചെയ്യണം. ഈ പ്രോസസ്സ് ശരിക്കും മനുഷ്യൻ്റെ ഉള്ളിൽ നടക്കണം. എങ്കിൽ മാത്രമേ മൈൻഡ് പവർ പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് സാധിക്കുള്ളൂ. അതിന് 3 കാര്യങ്ങളാണ് ബേസിക്കലി പറയുന്നത്. മൈൻഡ് പവറുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പറയുമ്പോൾ അൺകണ്ടീഷണൽ ഫോർഗീവ്നെസ് എന്ന് പറയും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
നമ്മുടെ ഉള്ളിൽ ആരോടും വൈരാഗ്യമോ ശത്രുതയോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ പാടില്ല. ശത്രുതയുള്ള ആൾക്കാരെ കുറിച്ച് സാധാരണ പറയുന്നത് സ്വന്തം കയ്യിൽ തീക്കട്ടയുമായിട്ട് ഒരാൾ എറിയാൻ നടക്കുന്ന വിഡ്ഢിക്ക് തുല്യമെന്നാണ്. എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം നമ്മുടെ കയ്യിൽ തീക്കട്ട ഉണ്ടെങ്കിൽ നമ്മൾ എറിയാൻ വേണ്ടി നടന്നു കഴിഞ്ഞാൽ നമ്മുടെ കൈ പൊള്ളൂ എന്നുള്ളതാണ്. ഓക്കെ, അത്രയ്ക്ക് ഡേഞ്ചറാണ്. മറ്റൊന്ന് ആൻ ആറ്റിറ്റ്യൂഡ് ഓഫ് ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് പറയും. എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ, ഈ പ്രപഞ്ചവും ഈ പ്രപഞ്ചം സൃഷ്ടിച്ചിരിക്കുന്ന മനുഷ്യരും ഈ പ്രപഞ്ചത്തെ മുഴുവൻ നിയന്ത്രിക്കുന്ന ശക്തി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്തു തരുന്നുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനോടും ഒരു നന്ദി ഉണ്ടായിരിക്കണം. ശരി. മറ്റൊന്ന് ദ ബ്ലെസ്സിങ് നേച്ചർ എന്ന് പറയും. ബ്ലെസ്സിങ് നേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തി നമ്മുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് ഇയാൾക്കെല്ലാം നന്മയും ഉണ്ടാവട്ടെ എന്ന് നമ്മളൊന്ന് ബ്ലെസ് ചെയ്യുക. അത് നമ്മുടെ മനസ്സിൽ ചെയ്താൽ മതി. റീസൺ ഇത്രയും മാത്രമേ ഉള്ളൂ, വളരെ സിമ്പിൾ. അദ്ദേഹം നമ്മുടെ സഹോദരനാണ് അല്ലെങ്കിൽ സഹോദരിയാണ്. കാരണം എല്ലാ മനുഷ്യന്മാരും ഈ പ്രപഞ്ചത്തിൻ്റെ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ള ഘടകങ്ങളാണ് എല്ലാ മനുഷ്യരും. ഞാനും അതെ, ജിബിയും അതെ, എല്ലാവരും അതെ. നമ്മളെല്ലാവരും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വ്യക്തികൾ. അപ്പോൾ ഒരു മനുഷ്യനെ നമ്മൾ പരിഗണിക്കുന്നതിൻ്റെ, ആ മനുഷ്യനെ റെസ്പെക്റ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ അയാളെ ബ്ലെസ് ചെയ്യുന്നത്. ഒരു മനുഷ്യനെ നമ്മൾ ബ്ലെസ് ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചം സൃഷ്ടിച്ചതാണ് മനുഷ്യൻ, അല്ലേ? അപ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പ്രപഞ്ചം സന്തോഷിക്കുകയാണ്. നമ്മളൊരാളെ ബ്ലെസ് ചെയ്യുന്ന സമയത്ത് ഈ പ്രപഞ്ചം സന്തോഷിക്കുക. ഈ പ്രപഞ്ചം പറയുന്ന കൊള്ളാം, ഇയാൾ മിടുക്കനാണ്, ഓക്കെ, ഇയാൾ നല്ലൊരു വ്യക്തിയാണ്, ഇയാൾ ആഗ്രഹിക്കുന്ന കാര്യം എക്കോളജിക്കലി റൈറ്റാണ്. അപ്പോൾ നാച്ചുറലി എന്ത് സംഭവിക്കും? മൈൻഡ് പവർ ശരിയായ രീതിയിൽ വർക്ക് ചെയ്യും. അപ്പോൾ ഈ 3 കാര്യങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റാണ് നമുക്കൊരു കാര്യം മൈൻഡ് പവർ ഉപയോഗിച്ച് നേടിയെടുക്കുന്നതിന് വേണ്ടിയിട്ട്. ശരി. ഓക്കെ, ഇപ്പം ഈ അപ്കമിങ് പ്രോഗ്രാം ജനുവരിയിൽ നടക്കുന്നു. പലപ്പോഴും ചോദിക്കുന്ന കാര്യം, സോ വാട്ട് ഈസ് യുവർ സ്പെഷ്യാലിറ്റി? ബിക്കോസ് എവറി പ്രോഗ്രാം ഈസ് സെയിങ് ഡിഫറെൻറ്റ്. അതെ. സോ വൈ ഷുഡ് വി അറ്റൻഡ് ജസ്റ്റിൻസ് പ്രോഗ്രാം? അല്ലെങ്കിൽ ഡോക്ടർ ജസ്റ്റിൻ്റെ പ്രോഗ്രാമിൻ്റെ സ്പെഷ്യാലിറ്റി എന്തായിരിക്കും? ഞാൻ ഇതിനെക്കുറിച്ച് എൻ്റെ ഓഡിയൻസിനോട് സാധാരണ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഓഡിയൻസ് എന്നോട് പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത്, ജസ്റ്റിൻ വളരെ സിമ്പിളായിട്ടാണ് കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. ജസ്റ്റിൻ പറയുന്ന ഒരു ജെന്യൂനിറ്റി ഉണ്ട്. അത് സയന്റിഫിക് ആയിട്ടാണ് പറയുന്നത്. ഇത് മറ്റുള്ളവർ പറഞ്ഞതാണ്, ഞാൻ അങ്ങനെയാണ് പറയുന്നത്, ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെയാണ് എൻ്റെ പ്രോഗ്രാം അറ്റൻഡ് ചെയ്യണമെന്ന് ആൾക്കാർ പറയാനുള്ള കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ മാസ് പ്രോഗ്രാം ഇങ്ങനെ ഒരുപാട് ട്രെയിനിങ് പ്രോഗ്രാംസുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. പല കോർപ്പറേറ്റ് ട്രെയിനിങ് ചെയ്യുന്നുണ്ട്, സ്കൂളുകൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്, ടീച്ചേഴ്സിന് വേണ്ടി ചെയ്യുന്നുണ്ട്, ബിസിനസ്സുകാർക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. മറ്റ് പലരെയും സംബന്ധിച്ചിടത്തോളം എനിക്കത് യു ആർ വർക്കിംഗ് ഇൻ എവറി ഓൾമോസ്റ്റ് എല്ലാ തരത്തിലുള്ള ക്രൗഡിനെയും ഞാൻ ടേക്ക് കെയർ ചെയ്യുന്നുണ്ട്. ധാരാളം പ്രോഗ്രാമുകൾ ചെയ്യാം. അപ്പോൾ ഈ പ്രോഗ്രാമിൻ്റെ ഓഡിയൻസ് എന്ന് പറയുന്നത് ആരെയാണ് ഉദ്ദേശിക്കുന്നത്? സ്പെസിഫിക്കലി ബിസിനസ്സുകാരെ മാത്രമാണോ? അല്ലല്ല, ബിസിനസ്സുകാരെ മാത്രമല്ല. നമുക്കൊരു ഒരു 12 വയസ്സ് മുതൽ മുകളിലോട്ടുള്ള ആൾക്ക് വേണമെങ്കിലും ഇതിൻ്റെ അകത്ത് പങ്കെടുക്കാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ഇരിക്കാൻ പറ്റുന്ന ആൾക്കാരായിരിക്കണം. ഞാൻ എന്തുകൊണ്ടാണ് 12 വയസ്സിന് താഴോട്ടുള്ള ആൾക്കാർ പങ്കെടുക്കണ്ട എന്ന് പറയുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവർക്ക് ഇരിക്കാൻ പറ്റുമെങ്കിൽ കുഴപ്പമില്ല. ഈ 12 വയസ്സൊക്കെ ആകുമ്പോഴേക്കാണല്ലോ നമ്മുടെ കോൺഷ്യസ് മൈൻഡ് കൂടുതലായിട്ട് ഡെവലപ്പ് ആയതിനു ശേഷമാണ് നമുക്കൊരു കാര്യത്തെക്കുറിച്ച് കുറച്ച് സീരിയസ് ആയിട്ടുള്ള ഒരു അപ്രോച്ച് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ ആ സീരിയസ് ആയിട്ടുള്ളൊരു അപ്രോച്ചോട് കൂടി വന്നിരിക്കുമ്പോഴാണ് ഈ ഒരു കാര്യം കുറച്ചും കൂടി ഭംഗിയായിട്ട് കോൺസെപ്റ്റുകൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ പറ്റുക. അതിൻ്റെ അർത്ഥം ഇതിൻ്റെ അകത്ത് ഫണ്ണില്ല എന്നുള്ളതല്ല. അതിൻ്റെ ധാരാളമായിട്ടുള്ള ഫണ്ടുണ്ട്, എക്സസൈസുകളുണ്ട്, കാര്യങ്ങളൊക്കെ ഉണ്ട്, മെഡിറ്റേഷൻസ് ഉണ്ട്, അങ്ങനെ ഉൾപ്പെടെയുള്ള ഒരുപാട് ആക്ടിവിറ്റീസ് ഉണ്ട്. ആക്ടിവിറ്റി ഓറിയൻറ്റഡ് ആണ്. അതായത് രാവിലെ 9 മുതൽ വൈകുന്നേരം 5 വരെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് ആക്ടിവിറ്റീസ് ഉണ്ട്, ഫൺ എലമെൻറ്റ്സ് ഉണ്ട്, സീരിയസ് ആയിട്ടുള്ള ഡിസ്കഷൻസ് ഉണ്ട്, പ്രാക്ടിക്കൽ സെഷൻസ് ഉണ്ട്, എല്ലാം ഉണ്ട്. ടോട്ടലി റിഫ്രഷ്മെന്റ് പ്രോഗ്രാമാണ്. അത് 360 ഡിഗ്രി ആംഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ ടോട്ടലി റിഫ്രഷിംഗ് പ്രോഗ്രാമാണ്. ഈ ഒരു ഫീഡ്ബാക്ക് എനിക്ക് ധാരാളമായിട്ട് കിട്ടിയിട്ടുണ്ട്. ജസ്റ്റിൻ്റെ പ്രോഗ്രാം കൂടിക്കഴിഞ്ഞാൽ ഞങ്ങൾക്കതുകൊണ്ട് ധാരാളമായിട്ടുള്ള ഉപകാരങ്ങൾ ഉണ്ടാകാറുണ്ട്. അതൊരു റിജുവിനേറ്റിംഗ് പ്രോഗ്രാമാണ് എന്നുള്ളൊരു ഫീഡ്ബാക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് എൻ്റെ മോട്ടിവേഷൻ എന്ന് പറയുന്നത്. ഓക്കെ. So I think Kochil, story because we are doing the first collaboration program in Kochi, and so we are happy to have you here. Oh, thank you so much. അപ്പം നമ്മുടെ ജനുവരിയിലെ പ്രോഗ്രാം ഏറ്റവും സക്സസ്ഫുൾ ആവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അല്ലെങ്കിൽ എന്താ പറയുക, ജനുവരിയിലെ പ്രോഗ്രാം ഏറ്റവും കൂടുതൽ സക്സസ്ഫുൾ ആവട്ടെ എന്ന് വിഷ് ചെയ്യുന്നു. താങ്ക് യു. So wish you all the best. Thank you so much. Thank you.